ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം ദേ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ കാണുന്നത് പോലെ തന്നെ ഗാർഡൻ ഫുൾ ഇങ്ങനെ ഒന്ന് അലങ്കോലമായിട്ട് കിടപ്പുണ്ട്. ഒന്ന് പുല്ലൊക്കെ വളർന്ന് ദേ ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും നമ്മുടെ ഗാർഡൻ ഒന്ന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ആ ചെടികളെല്ലാം ഇങ്ങനെ ഓർഡറില്ലാതെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഗാർഡൻ നമുക്കൊന്നൊന്ന് ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരെയും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പം നമ്മൾ ചെടിച്ചട്ടിയെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള പുല്ല് വളർന്ന് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മഴയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാം നല്ലതുപോലെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് പറിച്ച് വൃത്തിയാക്കി ഒരിക്കൽ കൂടി നമ്മുടെ ചെടിച്ചട്ടിയെല്ലാം ഒരു ഓർഡറിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓരോ ചെടിയും കുറച്ച് ചെടി നമുക്ക് ഒരുപോലത്തെ ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് വെച്ച് നല്ല ഭംഗിയാക്കാന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. പാറൂസും ആദ്യക്കുട്ടനും ആൽവിക്കുട്ടനും എല്ലാവരും കൂടെ ചെടിച്ചട്ടി പറക്കുന്ന തിരക്കിലാണ്. നമ്മൾ ചെയ്യുന്ന വേണ്ടിയിട്ട് പാറുക്കുട്ടിയും ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്ന് അഭിയേട്ടനുണ്ട്. അപ്പോൾ അഭിയേട്ടനാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല, ഒരുപാട് പേര് തിരക്കുന്നുണ്ട്, വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. ഇതൊക്കെ തന്നെയാട്ടോ കാര്യം. നമ്മുടെ പാറൂസിനെ നിർത്തിക്കൊണ്ട് വീഡിയോ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ആൾ ഇച്ചിരി വികൃതി കൂടി വരികയാണ്. അപ്പോൾ അഭിയേട്ടൻ വന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പാറുവിനെ നോക്കിക്കോളുമല്ലോ, അതുകൊണ്ടാട്ടോ ഇന്ന് വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയെല്ലാം അവിടെ നിന്ന് മാറ്റി വെച്ച് അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടിച്ചട്ടികളുണ്ട്. ഇതിലെല്ലാം നിൽക്കുന്നത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് അന്ന് കാട്ടിൽ നിന്ന് കുറേ ചെടി പഠിച്ചില്ലായിരുന്നോ, അതായിട്ടോ. അതാണ് കൂടുതൽ ഈ സെക്ഷനിൽ ഉള്ളത്. അപ്പം അതെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആദ്യക്കുട്ടനും ആൽവിക്കുട്ടനും പാറുക്കുട്ടിയൊക്കെ കൂടെ. അവരുടെ സഹായം കൂടുതലായാലും പ്രശ്നമാണ്. എന്നാലും കുഴപ്പമില്ല, അവർക്കൊരു ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം, അതുകൊണ്ട് എല്ലാ ചട്ടിയും വലിച്ചുകൊണ്ട് നടക്കുക. നമ്മൾ ചട്ടിയെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവരവരുടേതായ രീതിയിൽ മുറ്റത്ത് ഫുള്ളും ചട്ടി നിരത്തി അങ്ങ് വയ്ക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നല്ല പണിയുണ്ടായിരുന്നു. നമുക്ക് ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ അതിൻ്റെ ഇടയിൽ കാട് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ മാത്രമേ ഇന്ന് ചെയ്തോളൂ, കാരണം ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ സമയം താമസിച്ചു. പിന്നെ അടുത്ത സൈഡും കൂടെ വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. നമുക്ക് വേറൊരു ദിവസം ചെയ്യാം എന്തായാലും. അപ്പോൾ ഇനി ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. അമ്മതേ അതിന് ആഹാരമൊക്കെ കൊടുക്കുക. ഇന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ലവ് ബേർഡ്സാണ്, ഒരു 4 ലവ് ബേർഡ്സിനെ വാങ്ങിച്ചു. ഇത് വാങ്ങിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു കഥയാണ് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു തത്തമ്മ എവിടുന്നോ പറന്നു വന്നതാണ് കേട്ടോ. പറന്നു വന്ന് ഇവിടെ മുറ്റത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാം കുറേ നേരം അതിൻ്റെ പുറകെയായിരുന്നു, കുറേ നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകെയായി അവർക്കെല്ലാം അത് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അവർ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. പാറൂസൊക്കെ പിന്നെ തത്ത എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കാക്കയെല്ലാം അതിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അത് പറന്നുപോയി. പിന്നെ ഇവർക്കെല്ലാം ഒരുപാട് അങ്ങ് വിഷമമായി. പിന്നെ പാറൂസൊക്കെ പിണക്കമായി. അങ്ങനെ അഭിയേട്ടൻ പോയിട്ട് ഈ ലവ് ബേർഡ്സിനെ വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഒരു തത്തമ്മ വന്നത് കാരണം നമ്മുടെ വീട്ടിൽ ലവ് ബേർഡ്സ് വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പുതിയൊരു അതിഥിയും കൂടി നമ്മുടെ ഗാർഡൻ്റെ ഇടയിൽ നമ്മൾ അതുപോലെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കൂട്ടിലൊക്കെ ആക്കിയിട്ട് റെഡിയാക്കിയിട്ടു. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. വൈകുന്നേരം കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. രാവിലെ ഒന്നും മുറ്റത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ പിള്ളേരെയും കൊണ്ട്.
അപ്പം എന്തേ നമ്മുടെ പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും എല്ലാവരും കൂടെ കൂടിയിട്ട് ചെടിച്ചട്ടി എല്ലാം മുറ്റത്ത് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയെല്ലാം മാറ്റി നമുക്കിനി അവിടെ ക്ലീനിങ് പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ കണ്ടോ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ പത്തനംതിട്ടയിൽ നമ്മൾ ഈ കാട്ടിൽ നിന്ന് ഒരു പ്ലാൻ ഹണ്ടിങ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കിട്ടിയ ചെടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. അപ്പം കണ്ടോ നന്നായിട്ട് തന്നെ വളർന്ന് നിൽപ്പുണ്ട്. സ്നേക്ക് പ്ലാന്റ്, അതുപോലെ ചേമ്പിൻ്റെ വെറൈറ്റി, അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചട്ടിയിൽ വന്നപ്പോഴത്തേക്ക് അതെന്തോ ഒരു വെറൈറ്റി ആയില്ലേ. അപ്പോൾ അതെല്ലാം നിൽപ്പുണ്ട്. എല്ലാം നല്ലതായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന ഒന്നും നമുക്ക് പാഴായി പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതെ ആൽവിക്കുട്ടൻ്റെ പരിപാടി ഉണ്ടോ, എടുക്കാൻ പറ്റാത്ത ചട്ടി വന്ന് പൊക്കാൻ നോക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര വെറൈറ്റി ചെടികളുണ്ടോ, ഒരുപാട് വെറൈറ്റി ചെടികൾ ഇപ്പം നമുക്കുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ചെടികൾ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ഫുള്ളും ഒന്ന് അറേഞ്ച് ആയിട്ട് നമ്മളിപ്പോൾ അറേഞ്ച് ആക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഫുള്ളൊന്നും അതൊന്ന് റെഡി ആയിട്ട് ഇവിടെയുള്ള ഫുൾ വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ടേബിൾ റോസിൻ്റെ വെറൈറ്റിയും കാര്യങ്ങളും മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇനി ഇതുപോലെ തന്നെ ചെടികളിലെല്ലാം ഒരുപാടുണ്ട്, വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാറൂസിനെ കണ്ടോ? ആ പാറൂസ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ പുറകിലേക്ക് വരും. ഇതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കേട്ടോ. ഇപ്പോൾ ആബേട്ടനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് പാറുവിൻ്റെ പുറകെ ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. അതാണ് പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം പാറൂട്ടി ഒരു ചൂലും കൊണ്ട് ഇങ്ങനെ നടപ്പുണ്ട്. അതിങ്ങനെ ചൂല് കിട്ടിയാൽ പിന്നെ വിടില്ല കേട്ടോ, ഇങ്ങനെ അടിച്ചു വരിക്കോട്ട് നടക്കും. അപ്പോൾ പാറൂസിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടക്കട്ടെ. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് നല്ല പണിയുണ്ടായിരുന്നു, വിചാരിച്ച പോലെയല്ല. നല്ലതുപോലെ അതിൻ്റെ ഇടയിൽ പുല്ലെല്ലാം മുളച്ച് നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ നന്നായിട്ട് ചപ്പും ചവറുമായിട്ട് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം ഒന്ന് മഴയും കാര്യമൊക്കെ ആയപ്പോഴത്തേക്കും ശ്രദ്ധിക്കാതെ വന്നപ്പോഴത്തേക്കും അവിടെ ഫുള്ളും നല്ലതുപോലെ പുല്ല് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാറുട്ടിയുടെ ചേച്ചിമാരൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള പിള്ളേരാട്ടോ. അപ്പോൾ അവരൊക്കെ ഉള്ള ടൈമിലാണ് നമുക്ക് നമ്മുടെ പണി നടക്കുന്നത്. പാറുട്ടിയെ നോക്കാൻ ആരെങ്കിലും ഇരിക്കുമല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് ധൈര്യമായിട്ട് നിന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പാറൂസിനെ നോക്കാൻ തന്നെ ഒരാൾ വേണം. പിന്നെ ഇപ്പോൾ അഭിയേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇന്ന് നമ്മുടെ ജോലികൾ പെട്ടെന്ന് ചെയ്തേക്കാൻ പറ്റും. നല്ല വൃത്തിയായല്ലേ അത്രടാ. അതിൻ്റെ ഇടയ്ക്ക് ഒരാള് ഇതെന്താണ് പാറുവിന്റെ പരിപാടി ഉണ്ടോ? പക്ഷെ അത് വാങ്ങിച്ചേ തൂക്കം ഇറങ്ങുന്നതാണ്. എന്തുകൊണ്ടാ ഞാൻ വീഡിയോ ചെയ്യാത്തത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതാണ് കാര്യം. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയാതേ നമ്മുടെ പാറുട്ടി ഉണ്ടല്ലേ. ആണോ പാറുട്ടി? എന്തോ അച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെട്ടി ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് തുടങ്ങിയൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മുടെ ക്യാമറാമാൻ പാറൂസിൻ്റെ പുറകെ ഓടിയത് കാരണം അതൊന്നും നടന്നില്ല. അപ്പം നമ്മൾ ഇത്രയും അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ ഫുൾ റോസും, പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വെച്ച് വന്നപ്പോഴാണ് മനസ്സിലായി നമുക്കിവിടെ എത്രത്തോളം ചെടികളുണ്ടെന്ന്. അപ്പം നമ്മളങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. നിൽക്കുന്നില്ലേ പൂവ് സീനിയ കേട്ടോ. സീനിയ നമ്മുടെ വീട്ടിൽ പൂത്തതാണ്. ഇതിൻ്റെ കുറേ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാതാണ് ഇതിൽ കൂടുതൽ കാണിക്കായിരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് സീനിയ പൂത്ത് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം.
അപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പേസ് ഇല്ല ബാക്കി വെക്കാൻ. അപ്പം ഞാൻ ഈ വച്ച ചട്ടികൾ ഒരിക്കൽ കൂടെ ഒന്ന് ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ബാക്കി നമുക്ക് ചട്ടികൾ വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയും ചെടിച്ചട്ടി ഉണ്ട് കേട്ടോ, അതും കൂടെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ വച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ സീനിയ. അപ്പോൾ ചട്ടിയിൽ കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു സൈഡ് ഫുള്ള് നമ്മൾ തറയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഒരു പിങ്ക് കളർ പൂ ഇങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ കാണിക്കാത്തത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഏകദേശം ഗാർഡനൊന്ന് അറേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. കണ്ടോ, അപ്പം ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയിലുള്ള പുല്ലെല്ലാം നമ്മൾ ചെത്തി കളഞ്ഞു, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചെടിച്ചട്ടിയിലല്ലാതെ ഈ ഐസ്ക്രീം ബോട്ടിലും അല്ലാതെ ബോട്ടിലൊക്കെ ആയിട്ട് അമ്മ കുറേ വെച്ചിട്ടുണ്ടല്ലോ. അതൊന്നും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ചെടി നമുക്കങ്ങനെ വെറുതെ കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഒരുമിച്ച് വെച്ച് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു സൈഡിലെ ഗാർഡൻ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് മാത്രം നമുക്ക് ഇത്രയും വെറൈറ്റി ചെടികളുണ്ട്. ഇതിൻ്റെ ഓരോന്നും വിശദമായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസാനം ഒരു ഫുള്ളൊന്ന് ഗാർഡൻ അറേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡൻ ഏകദേശം ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തോട്ടെ. ഞാൻ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയുണ്ട്. നല്ലതുപോലെ ഇരുട്ടി പറഞ്ഞാൽ പാറൂസ് ഇനി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ഒരു സൈഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകുട്ടവിടെ നമ്മളിത് ബാക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ളായിട്ട്. അപ്പോൾ ഓരോ സെക്ഷൻ തിരിച്ച് ഉള്ള ചെടികളെല്ലാം ഒരുപോലെ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.